ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈൻ്റെ സീക്രട്ട് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. 1-2 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഈ ബീഫ് പൊരിച്ചതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അതുപോലെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്ര ടേസ്റ്റിയാണെന്നുള്ളത്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഞാനൊരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ബീഫിൽ അത്യാവശ്യം എല്ലും നെയ്യൊക്കെ വേണം. എന്നാൽ മാത്രമേ ബീഫ് ഫ്രൈക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്യുക. എല്ലോട് കൂടിയിട്ടുള്ള 1 കിലോ ബീഫ് 5 കപ്പ് ഉണ്ടാവും. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോയി ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെക്കുക. ഇനി ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്യണം. നിങ്ങൾ മാരിനേഷൻ പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൽ തന്നെ ചെയ്താൽ മതി. മാരിനേറ്റ് ചെയ്യാൻ ബീഫിലേക്ക് 7 ഗ്രാമ്പു, 4 ചെറിയ സൈസ് ഏലക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള 2 കറുവപ്പട്ട, എരിവുള്ള മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി ഇതിനായിട്ട് എടുക്കരുത്, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 2.5 ടീസ്പൂൺ അളവിൽ ഉപ്പ്. ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂണാണ്, ടീസ്പൂണാണ്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൈ വെച്ച് 1 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയെല്ലാം എല്ലാ പീസസിലും നന്നായിട്ട് പിടിക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെക്കുക. 2-3 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ ടേസ്റ്റ് അത്രയും കൂടും. സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് അടച്ചു വെക്കാൻ മറക്കരുത്. ഇതിപ്പം ഏകദേശം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടുതൽ ചേർക്കരുത്. ഇനി കുക്കർ അടിച്ച് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ വരുന്നവരെ വേവിക്കണം. വിസലിൻ്റെ എണ്ണം നിങ്ങളെടുക്കുന്ന ബീഫ്, പ്രഷർ കുക്കറിൻ്റെ സൈസ് ഇതൊക്കെ അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ഇതിപ്പം ലോ ഫ്ലെയിമിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി കുക്കറിലെ പ്രഷറൊക്കെ താനെ പോകുന്നവരെ അനക്കാതെ വെക്കുക. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. വേവ് കുറവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 വിസിലടിക്കുക. ഇത് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഈ വെള്ളത്തോടു കൂടി ബീഫ് മറ്റൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. നോൺ സ്റ്റിക്ക് കടായിയോ മറ്റോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തീ അല്പം കൂട്ടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇടവിട്ട് ഇളക്കി വേവിക്കുക. ബീഫിലെ വെള്ളം അഥവാ ബീഫ് സ്റ്റോക്ക് എടുത്ത് മാറ്റരുത്. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബീഫിലെ വെള്ളമൊക്കെ ഇതുപോലെ അത്യാവശ്യം വറ്റി വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി വേവിക്കുക. സ്റ്റീൽ പാനിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഈ ഒരു രീതിയിൽ ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് ബീഫ് ഫ്രൈക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം മറ്റെന്തെങ്കിലും ഓയിൽ എടുക്കുക. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മുതൽ 6 മിനിറ്റ് സമയം വരെ ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇടവിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. തീ കൂട്ടി വെക്കരുത്. ഇതിപ്പം 6 മിനിറ്റ് മീഡിയം തീയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബീഫിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ഡാർക്കായിട്ട് വരും. ഇനി തീ അല്പം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ആ 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 20 അല്ലി വെളുത്തുള്ളി. ഇത് ചെറിയ സൈസാണ്. വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10-12 എണ്ണം മതിയാവും. തൊലിയൊന്നും കളയാതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർക്കാം. കൂടെ 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കരുത്. നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്താൽ മതി. ഇതിലേക്കിനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മീഡിയം തീയിൽ വെച്ചിട്ട് കറക്റ്റ് 1-2 മിനിറ്റ് സമയം മാത്രം തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുൻപേ ചേർക്കരുത്. ഇതുപോലെ അവസാനം ചേർത്തിട്ട് കുറഞ്ഞ സമയം റോസ്റ്റ് ചെയ്യുമ്പോഴാണ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക.
പ്രത്യേകിച്ചിട്ട് സ്റ്റീൽ പാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യാം. ഇതിപ്പം 2 മിനിറ്റ് മീഡിയം തീയിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 അല്ലി കറിവേപ്പിലയും ചേർത്ത് 1/2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഇളക്കി വേവിക്കുക. ഈ സമയത്ത് ഉപ്പും എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ അല്പം പുളിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പം നാരങ്ങ നീരും കൂടി ചേർക്കാവുന്നതാണ്. അവസാനമായിട്ട് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. 2 ഉണക്കമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്യാതെ അങ്ങനെ ചേർക്കാം. ഇനി ഒരു 1/2 മിനിറ്റ് സമയം കൂടി വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടുന്നതിനുള്ള ഒരു ടിപ്പ് പറയാം. മസാല കുഴച്ച് 2-3 പാർട്ടായിട്ട് എയർ ടൈറ്റായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ബീഫ് ഫ്രൈ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരിൽ 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കോഴിക്കോടൻ കല്യാണപ്പോരിലൊക്കെ കിട്ടുന്ന ലഗോൺ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.